വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അമീൻ ഫാമിലി. നമുക്ക് ഇന്നൊരു ബീഫ് കറി വയ്ക്കാം. ആദ്യമായിട്ട് നമുക്ക് അടുപ്പിലാണ് വയ്ക്കാം. ചട്ടി നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിട്ട് മിക്സിയിട്ട് ചതച്ചതിന് ശേഷം അത് ചട്ടിയിലോട്ടിട്ട് കുറച്ച് നമ്മൾ മല്ലിയില ഇട്ട് ഉപ്പിട്ട് പെരുംജീരകം ഇട്ടതിന് ശേഷം സവാള ഒരു 2 സവാള നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് നമുക്ക് കുറച്ച് ബീഫ് എടുത്തിട്ട് ചട്ടിയിലിട്ടതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ല തിരുമ്മി കൊടുക്കാം. നല്ല തിരുമ്മി ആ മസാലകളെല്ലാം അടുത്ത് എത്തണം. ആ രീതിക്ക് നമുക്ക് നല്ലതുപോലെ നമുക്ക് ഞരടി കൊടുക്കാം. കുറച്ച്, അതായത് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ ടേസ്റ്റ് കൂടുന്നത്. വെളിച്ചെണ്ണ വീട്ടി നന്നായി കുറച്ചും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈയിട്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാലേ അത് എല്ലായിടെ എത്തത്തുള്ളൂ. അതിനുശേഷം അടുപ്പിൽ കൊണ്ടുവച്ച് കറി നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഗ്യാസിൽ ചീനിച്ചട്ടി വെച്ച് കത്തിച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂൺ ഓയിൽ മതി. പിന്നെ നീളത്തിനരിഞ്ഞ തക്കാളി, ഒരു വലിയ തക്കാളി നീളത്തിനരിഞ്ഞ തക്കാളി ഇട്ടതിന് ശേഷം നന്നായി വയ്ക്കണം. പിന്നെ നല്ലതുപോലെ വയ്ക്കണം, കാരണം ഈ തക്കാളി കൂടെ വേണം, അങ്ങനെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് മല്ലിയില കുറച്ച് നീട്ടിട്ട് കുറച്ചും കൂടെ വശങ്ങിന് ശേഷം നമുക്കതിൽ ഓരോ പൊടികളായിട്ടിടാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചൊരു പിഞ്ചളവിൽ ഇത്തിരി ഇതിലും കൂടെ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, 2.5 സ്പൂണോളം മല്ലിപ്പൊടി ഇടണം. പിന്നെ ഗരം മസാലയാണ് ഇതിട്ടത്, അതും കുറച്ച് എണ്ണ. ഈ പൊടികളുടെ പച്ചമണം മാറണം. നല്ലതുപോലെ വശക്കണം. ഓൾറെഡി നമ്മൾ ബീഫ് അടുപ്പിൽ വെച്ചാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലായിട്ട് ആ ബീഫിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. വേവിച്ച ബീഫ് അതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണൊക്കെ വെച്ച് അരപ്പെല്ലാം തന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക.